അപ്രതീക്ഷിതമായിട്ട് ലുലു മോളിലൊരു നോമ്പുതുറ എൻ്റെ നാട്ടിലേക്ക് പോകുന്ന വഴിയാണ്. കൊല്ലത്തുനിന്ന് ഇടുക്കിയിലേക്ക് പോകുന്ന വഴിയായപ്പോൾ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു എന്നാൽ നമുക്ക് ലുലു മോളിലൊന്ന് കയറാം. അപ്പോൾ അവിടെ കയറി 4 മണി ആയുള്ളൂ. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സാറ്റർഡേ ആണ് പോയത്. അപ്പോൾ തിരക്ക് കുറവായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ചെന്നത്. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ റമദാനിൻ്റെ ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല ഭംഗിയിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് റമദാനിൻ്റെ ഒരുപാട് സ്നാക്സ് ഒക്കെ ഉണ്ട്. ഇഫ്താർ സ്പെഷ്യൽ സ്നാക്സ് ഒക്കെ താഴെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. അവിടെ എന്തൊരു പ്രോഗ്രാമിനൊക്കെ വേണ്ടിയിട്ട് പാട്ടൊക്കെ സ്പീക്കറൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇഫ്താർ സ്പെഷ്യൽ സ്നാക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളിങ്ങനെ ഫുഡ് കോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് കോർട്ടിലേക്ക് പോയ സമയത്ത് അവിടെ നല്ല തിരക്കായിരുന്നു. അതിൽ താഴെ തന്നെ ഈ റമദാൻ്റെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ അലങ്കരിച്ച് വെച്ചിരിക്കുമായിരുന്നു. ഇതാണ് ഈ സംഭവം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. നല്ല തിരക്കായിരുന്നു. ഒരു 4:30 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മോനെ ഒരു തവണ അവനെ വെച്ച് മിസ്സായി പോയിട്ട് ഞങ്ങൾക്ക് പേടിയാണ്. അപ്പോൾ അവനവിടെ ഞങ്ങൾ ഈ സംഭവത്തിനകത്ത് ഇരുത്തിയിട്ടാണ് അവനെ കൊണ്ട് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് സ്പെഷ്യൽ സ്നാക്സ് ഒക്കെ നോക്കിക്കേ. അത് പ്രത്യേകമായിട്ട് തോന്നുന്നത് വെച്ചാൽ എൻ്റെ ഉമ്മച്ചിയൊക്കെ ചുമ്മാ കടലയൊക്കെ വീട്ടിൽ ചുമ്മാ ഉണ്ടാക്കുമായിരുന്നു. കടല എളുപ്പമായിട്ടോ പറയുന്നത്. അത് അവിടെ എന്തോ രൂപ വെച്ചിട്ടുണ്ടായിരുന്നേ. ഒരുപാട് സ്നാക്സ് ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ വയറെന്നറിയും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. ഇതൊക്കെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ മാത്രം വാങ്ങിച്ചുകൊണ്ട് മുകളിൽ ഫുഡ് കോർട്ടിലേക്ക് പോയി. അവിടെ മൊത്തം ഈ നോമ്പ് തുറക്കാരായിരുന്നിട്ടുണ്ടായിരുന്നു. മൊത്തം മുസ്ലിംസ് തന്നെയായിരുന്നു. അപ്പോൾ വളരെ കുറഞ്ഞ സംഭവങ്ങൾ മാത്രം വാങ്ങിച്ച് നോമ്പ് തുറയാണ് കാണുന്നത്. ചിക്കൻ റോസ്റ്റ്, അതുപോലെ മോനെ ഫിഷിൻ്റെ എന്തോ ഒരു ഫിംഗേഴ്സ്, അതുപോലെ ചിക്കൻ ഡ്രം സ്റ്റിക്ക്, എനിക്ക് ബീഫിൻ്റെ റോസ്റ്റ്, അതുപോലെ നമ്മുടെ ഷേക്ക് എന്തിൻ്റെയാണ് നമ്മുടെ ഡേറ്റ്സ് മിൽക്ക് ഷേക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ മിതമായിട്ടുള്ളൊരു നോമ്പ് തുറയായിരുന്നു. ഒട്ടും ഫുഡ് വേസ്റ്റ് ആക്കിയില്ല. മുഴുവനും കഴിച്ചു. നല്ല രുചി ഉണ്ടായിരുന്നു. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ വലിച്ചു വരെ കഴിക്കാൻ നമുക്ക് തോന്നുന്നില്ല. വെള്ളം കുടിക്കുമ്പോൾ തന്നെ വയറെന്നറിയും. അപ്പോൾ അവിടെ മൊത്തം എന്തുണ്ടായിരുന്നു? മുസ്ലിംസ് ആയിരുന്നു. മൊത്തം നോമ്പുതറ ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ലൈഫിൽ ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ട്. ഒരുപാട് നോമ്പ് വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു നോമ്പുതറ ആദ്യമായിട്ടാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ നാട്ടിലേക്ക് പോവാണ്. നാട്ടിലേക്ക് പോയപ്പോഴത്തേക്ക് രാത്രിയാണ് കേട്ടോ. ഇതാണ്ട് രാത്രി പോകുന്ന വഴിയാണ്. ഞങ്ങളൊരു 10 മണിയായി അങ്ങോട്ടേക്ക് പോകുമ്പോൾ. വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ആനകളൊക്കെ ഇറങ്ങുന്ന ടൈമാണ്. അപ്പോൾ ആനേനെയൊക്കെ എക്സ്പെക്ട് ചെയ്താണ് പോയത്. പക്ഷെ വണ്ടി അവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ.